എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ച വളരെ സിമ്പിളായൊരു കഥയെക്കുറിച്ചാണ്. പക്ഷേ ഈ കഥയിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിജയത്തെക്കുറിച്ചും നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചുമൊക്കെ. അപ്പോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ കഥയിലേക്കങ്ങ് കടന്നാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്നാൽ മറ്റു ചിലതാണെങ്കിലോ എത്രയൊക്കെ ശ്രമിച്ചാലും അതങ്ങോട്ട് ശരിയാവില്ല? എന്തായിരിക്കും ഇതിന് കാരണം, അല്ലേ? ഒരുപക്ഷേ നിങ്ങളും ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്നത്തെ കഥ തുടങ്ങുന്നത് തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം ഡേവിഡാണ്. ഒരു 12 വയസ്സുകാരൻ. നല്ല സ്മാർട്ട് പയ്യനാണ്. പക്ഷെ അവനൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കണക്ക്. ക്ലാസ്സിൽ കണക്ക് ടീച്ചർ വരുമ്പോഴേ അവന് നെഞ്ചിടിക്കാൻ തുടങ്ങും. ആ അക്കങ്ങളൊക്കെ അവനെ നോക്കി പേടിപ്പിക്കുന്ന പോലെ തോന്നും. ശരിക്കും പറഞ്ഞാ ഒരുതരം നിരാശയായിരുന്നു അവന് കണക്കിനോട്. ഇനി ഡേവിഡിന്റെ വിഷമം വെറും അവന്റെ മാർക്ക് കുറയുന്നതിൽ മാത്രമായിരുന്നില്ല കേട്ടോ. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാറ്റ്. ഈ മാറ്റിനെ കാണുമ്പോഴാണ് അവന് കൂടുതൽ സങ്കടം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡേവിഡ് ഫുട്ബോൾ ഗ്രൗണ്ടിലൊരു പുലിയാണെങ്കിൽ കണക്കിന്റെ കാര്യത്തില് മാറ്റായിരുന്നു പുലി. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവൻ കണക്കൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഡേവിഡിന് വല്ലാത്തൊരു വിഷമം തോന്നും. എങ്ങനെയാണിവനിത് ചെയ്യുന്നത്? അപ്പോ മകന്റെ ഈയൊരു വിഷമം ഡേവിഡിന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവനെ വെറുതെ ഉപദേശിച്ച് ബോറടിപ്പിക്കാൻ പോയില്ല. പകരം ചില കാര്യങ്ങൾ അവനെക്കൊണ്ട് തന്നെ മനസ്സിലാക്കിക്കാൻ തീരുമാനിച്ചു. അതിനായിട്ട് ഒരു 3 കിടിലൻ ചാലഞ്ചുകളാണ് അച്ഛൻ പ്ലാൻ ചെയ്തത്. അപ്പോ എന്താണ് ആദ്യത്തെ പാഠമെന്ന് നോക്കിയാൽ? ആദ്യത്തെ ചാലഞ്ച് വളരെ സിമ്പിളായിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ പോയി മാറ്റിന് ഒരു ഫുട്ബോൾ കളിക്കാൻ വിളിക്ക്. അങ്ങനെ അവര് കളിക്കാൻ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, ഗ്രൗണ്ടിൽ ഡേവിഡിന്റെ വിളയാട്ടമായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി 3 ഗോൾ അടിച്ചുകൂട്ടി. പാവം മാറ്റ് പന്തിന്റെ പുറകെ ഓടി ഒരു വഴിക്കായി. കളി കഴിഞ്ഞപ്പോ അച്ഛൻ ഡേവിഡിന്റെ അടുത്ത് വന്ന് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് കാര്യം മനസ്സിലായോ? മാറ്റ് കണക്കിലൊരു പുലിയായിരിക്കാം, പക്ഷേ ഈ ഗ്രൗണ്ടിലെ രാജാവ് നീയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കഴിവുകളുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ പാഠം ഡേവിഡിന് ക്ലിയറായി. ഇനി രണ്ടാമത്തെ വെല്ലുവിളിയിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: എങ്ങനെയാണ് മാറ്റിന് കണക്കിത്ര ഈസിയായിട്ട് തോന്നുന്നത്? അവന്റെ ഈ നാച്ചുറൽ ടാലന്റ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യമെന്താണ്? അത് കണ്ടുപിടിക്കാനുള്ള സമയമായി. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഡേവിഡ് മാറ്റിനെ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. മാറ്റിനെ സംബന്ധിച്ചിടത്തോളം കണക്ക് എന്ന് പറയുന്നത് വെറും ഹോംവർക്കോ ക്ലാസ്സിലെ പാഠങ്ങളോ അല്ല. അവൻ ശരിക്കും പറഞ്ഞാൽ നമ്പറുകൾ വെച്ച് കളിക്കുകയായിരുന്നു. ഇടവേള കിട്ടിയാൽ പസിലുകൾ ചെയ്യും, കടയിൽ പോയി സാധനം വാങ്ങിയാൽ ബാക്കി കൃത്യമായി കണക്ക് കൂട്ടും. എന്തിനേറെ പറയുന്നു, വെറുതെ ഇരിക്കുമ്പോൾ പൂക്കളുടെ ഇതളുകൾ വരെ എണ്ണി നോക്കും. അപ്പോഴാണ് ഡേവിഡിന് കത്തി. ഓഹോ, അപ്പോ ഇതാണ് പ്രാക്ടീസ്, ഇത് വെറും ഹോംവർക്ക് അല്ല. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. ശരിക്കുമുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല. മാറ്റ് കണക്കിലെ ഇത്രയും മിടുക്കനായത് എന്തുകൊണ്ടാ? കാരണം അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരു കളിയാണ്, ഒരു കൗതുകമാണ്. അപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിലെ പ്രാക്ടീസ് പോലും നമുക്കൊരു ഭാരമായി തോന്നില്ല, അതൊരു രസമായി മാറും. ശരി, ഇനി നമ്മൾ വരുന്നത് മൂന്നാമത്തെയും അവസാനത്തെയും ചലഞ്ചിലേക്കാണ്. ഇത് കുറച്ചുകൂടി സീരിയസ് ആണ്. ചോദ്യം ഇതാണ്: നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ സ്വയം നിർബന്ധിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് ഈ അവസാന പരീക്ഷണത്തിലൂടെ അച്ഛൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഡേവിഡ് ഇങ്ങനെ മനസ്സിൽ കണക്കുകൂട്ടി: മാറ്റ് എന്നെക്കാൾ ഏകദേശം ഒരു 3 ഇരട്ടി ബെറ്ററാണ് കണക്കില്. അപ്പോ ഞാൻ സാധാരണ പഠിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി പഠിച്ചാൽ എനിക്കും അവനെപ്പോലെ ആകാൻ പറ്റുമായിരിക്കും, അല്ലേ? ഈ ഒരു ഐഡിയ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, എന്നാ അതൊന്ന് പരീക്ഷിച്ചു നോക്ക്. അതാണ് നിന്റെ മൂന്നാമത്തെ ചാലഞ്ച്. 3 ഇരട്ടി എഫേർട്ട് ഇട്ട് കണക്ക് പഠിക്കുക. വലിയ ആവേശത്തിലൊക്കെയാണ് ഡേവിഡ് പുസ്തകവും തുറന്ന് പഠിക്കാനിരുന്നത്. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് ആവേശമൊക്കെ പോയി. ആ അക്കങ്ങളൊക്കെ അവനെ നോക്കി പേടിപ്പിക്കുന്ന പോലെയായി. ഇഷ്ടമില്ലാത്തൊരു കാര്യം നിർബന്ധിച്ച് തലയിലേക്ക് കയറ്റാൻ നോക്കിയിട്ട് എന്താ ഫലം? നല്ല ഒന്നാന്തരം തലവേദന വന്നു. അവസാനം എന്തുണ്ടായി? ആ പുസ്തകത്തിന്റെ മുകളിൽ തന്നെ അവൻ തലവെച്ച് ഉറങ്ങിപ്പോയി. ഇതാണ് ബേൺ ഔട്ട്. അപ്പോ ഇവിടെയാണ് നമ്മുടെ കഥയുടെ ഏറ്റവും മുഖ്യമായ പോയിന്റ് വരുന്നത്. അച്ഛൻ അവന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. മോനെ, കണ്ടോ, ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഡിസിപ്ലിനും സ്ഥിരതയുമൊക്കെ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നും. എന്നാ നിനക്ക് ഇഷ്ടമുള്ള കാര്യം, അതായത് ഫുട്ബോൾ കളിക്കുന്നത് പോലെ, അവിടെ ഡിസിപ്ലിൻ നിനക്കൊരു ഭാരമേ അല്ല, അത് തനിയെ വന്നോളും. അതിനാണ് പാഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ ഈ 3 വെല്ലുവിളികളിലൂടെ, ഈ 3 അനുഭവങ്ങളിലൂടെ ഡേവിഡിനു കാര്യങ്ങൾ വ്യക്തമായി. ഇതെല്ലാം കൂടി ഒരൊറ്റ വളരെ ശക്തമായ ഒരു തിരിച്ചറിവിലേക്കാണ് അവനെ കൊണ്ടെത്തിച്ചത്. അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചിന്ത. ഇതാണ് ആ ഉപദേശം. ഒന്നുകിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഇഷ്ടപ്പെടാൻ പഠിക്കുക. വളരെ സിമ്പിളാണല്ലേ? ഒന്നുകിൽ നമ്മുടെ പാഷൻ എന്താണോ അതിനെ പിന്തുടർന്നു പോകുക, അല്ലെങ്കിൽ ഇനി അതല്ല, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരിഷ്ടം കണ്ടെത്താൻ ശ്രമിക്കുക, അതിനെ സ്നേഹിക്കാൻ തുടങ്ങുക. വിജയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 2 വഴികളേ ഉള്ളൂ. അപ്പോൾ ഈ കഥ എവിടെ തീരുമ്പോൾ ഇത് നമ്മളോടാണൊരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയാണോ? ഒരു നിമിഷമൊന്നും ആലോചിച്ചു നോക്കൂ. ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നിങ്ങൾക്കും എന്തെങ്കിലും പുതിയ ചിന്തകൾ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.